നമ്മളിതെല്ലാം കണ്ട് ഞെട്ടിയാണ് ഇതെന്താണ്, നമുക്ക് ഈ വിഷ്ണുമായ ക്ഷേത്രത്തിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. വിഷ്ണുമായ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ നമുക്കറിയാവുന്നത് വിഷ്ണു മോഹിനി രൂപം പോണ്ട ആ ഒരു രൂപമാണ്. പക്ഷെ അതല്ല കേട്ടോ, ഇതിൻ്റെ ഐതിഹ്യം മറ്റൊന്നാണ്. അപ്പം ആ ഐതിഹ്യം ഇങ്ങനെയാണ് കേട്ടോ. പരമശിവൻ ഒരിക്കൽ കൂളിവാക എന്നുള്ള ഒരു സുന്ദരിയിൽ ആകൃഷ്ടനാവുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്തു കേട്ടോ. അപ്പം കൂളിവാകയ്ക്ക് വളരെ ഭയം തോന്നി, അത് പാർവതി ദേവിയുമായി പങ്കുവെച്ചു. അങ്ങനെ പാർവതി ദേവി അവളെ സമാധാനിപ്പിച്ചു. പാർവതി ദേവി കൂളിവാകയുടെ രൂപത്തിൽ പരമശിവനെ പ്രാപിക്കുകയും അവർക്ക് 400 കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പം അതിൽ 400ാമത്തെ കുഞ്ഞാണ് കേട്ടോ ഈ ഒരു കുട്ടിച്ചാത്തൻ എന്ന ആ ഒരു കുഞ്ഞ്. അപ്പം കുട്ടിച്ചാത്തൻ വളർന്ന് വന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാരദ മഹർഷി കുട്ടിച്ചാത്തനോട് ജനന രഹസ്യം വെളിപ്പെടുത്തുകയും അങ്ങനെ സ്വന്തം പിതാവായ പരമശിവനെ കാണുവാനായിട്ട് കുട്ടിച്ചാത്തൻ കൈലാസത്തിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ നന്ദി കുട്ടിച്ചാത്തനെ കയറ്റിവിട്ടില്ല. അതിനാൽ കുട്ടിച്ചാത്തൻ മായയാൽ വിഷ്ണുവിൻ്റെ രൂപം ധരിച്ചാണ് കൈലാസത്തിലേക്ക് കയറി പരമശിവനെ ദർശിച്ചത്. അങ്ങനെ ആ ഒരു മായ കാട്ടി വിഷ്ണുവിൻ്റെ രൂപം ധരിച്ച് മായയായിട്ട് വന്നതുകൊണ്ട് പരമശിവനാണ് വിഷ്ണുമായ എന്ന ഒരു നാമം നൽകി അനുഗ്രഹിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പെരിങ്ങോട്ടുകര വിഷ്ണുമായ ദേവസ്ഥാനം. അപ്പം നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിനകത്തോട്ട് കയറുമ്പോൾ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല, ഒരു നിധികുംഭത്തിലോട്ട് കയറുന്ന ആ ഒരു പ്രതീതിയാണ് കേട്ടോ. ഫുള്ള് സ്വർണ്ണമയമാണ് കേട്ടോ. ഇത്രയും രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള